തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എപ്പോഴും ഹൈ റേഞ്ചിലെ ചിത്രം മറ്റൊന്നാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളും ഒരു പ്രത്യേക താല്പര്യവും ഒക്കെയാണ് ഹൈ റേഞ്ചിൽ നിൽക്കുന്നത്. അതായത് ഇടുക്കി ജില്ലയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ പൊതുവെ ഇടുക്കിയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ UDFനാണ് ആഭിമുഖ്യം എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് ജില്ല ഇടതിനൊപ്പമാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ്സിന് ഒരു MLA പോലും ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അവിടെ ഇപ്പോൾ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ PJ ജോസഫിൻ്റെ തട്ടകമായ തൊടുപുഴ ഒഴികെ 4ഉം നിലവിൽ ഇടതിനൊപ്പമാണ്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലും UDFനായിരുന്നു ലീഡ് എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ദേവികുളം ഒഴികെയുള്ള 4 മണ്ഡലങ്ങളിലും UDFനൊപ്പമായിരുന്നു. ഈ ദേവികുളത്ത് അവിടെ MLA MA രാജയാണ്. രാജ കഴിഞ്ഞ തവണ തന്നെ വലിയ ഭൂരിപക്ഷം ഒന്നും ഇല്ലായിരുന്നു. LDF തരംഗം ഉണ്ടായിട്ട് പോലും 7848 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതിനു മുമ്പ് MLA ആയിരുന്ന രാജേന്ദ്രനെ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ പാർട്ടി നേരിടേണ്ടി വന്നു. രാജയ്ക്കെതിരെ രാജേന്ദ്രൻ പ്രവർത്തിച്ചു എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തെ തരം താഴ്ത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ തിരികെ അദ്ദേഹം പാർട്ടിയിലേക്ക് പോയില്ല. ഇപ്പോൾ അദ്ദേഹം BJPയിൽ തന്നെ ഏതാണ്ട് ചേർന്നിരിക്കുകയാണ്. അത് ദേവികുളത്ത് പിന്നെയും പ്രശ്നങ്ങളിലേക്ക് പോകും. LDFന് കിട്ടാനുള്ള സാധ്യത തന്നെ ഇല്ലാതാകുമെന്നുള്ളതാണ്. രാജയ്ക്കെതിരായിട്ട് അവിടെ വലിയ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുപോലെ BJPയിലേക്ക് രാജേന്ദ്രൻ ചേർന്ന് കഴിഞ്ഞത് ഈ തമിഴ് വംശജർ ഏറെയുള്ള ദേവികുളം മൂന്നാർ പ്രദേശങ്ങളിൽ BJPക്ക് അവിടെ ഒരു വലിയൊരു തട്ടകം ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കുമെന്നുള്ളതാണ്. രാജേന്ദ്രന് മൂന്നാർ ദേവികുളം ഭാഗങ്ങളിൽ വലിയ സ്വാധീനമുണ്ട്. അവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ കാര്യങ്ങളിൽ തമിഴ് വംശജരുടേതായ പ്രശ്നങ്ങളിലും ഒക്കെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ തമിഴ് വംശജരിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും BJP. കാരണം തൊട്ടപ്പുറത്ത് തമിഴ്നാട്, ഈ തമിഴ്നാടും കേരളത്തിലും ഒക്കെയാണ് BJP വലിയ സ്വാധീനം ഉറപ്പിക്കാനായിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ദക്ഷിണേന്ത്യയിലേക്കാണ് നോട്ടം എന്ന് പറയുമ്പോൾ അവരുടെ പ്രവർത്തന രീതികളൊക്കെ ഇത്തരത്തിലുള്ള അതിർത്തി പ്രദേശങ്ങളിലേക്ക് എങ്ങനെ കടക്കാം എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ രാജേന്ദ്രൻ BJPയിലേക്ക് വരുമ്പോൾ ദേവികുളം, മൂന്നാർ ഇങ്ങനെയുള്ള ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. അവിടെ തമിഴ് വംശജർക്ക് പ്രത്യേകമായിട്ടുള്ള പാക്കേജ് തന്നെ കൊണ്ടുവരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇടുക്കിയിൽ നിലവിൽ നമുക്കറിയാം കേരള കോൺഗ്രസിന് കൊടുത്തിരിക്കുന്ന, അവിടെ കേരള കോൺഗ്രസ് തമ്മിലുള്ള പോരാട്ടമായിരിക്കും. റോഷി അഗസ്റ്റിനാണ് അവിടുത്തെ സിറ്റിംഗ് MLA. ഈ 2021 കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFലേക്ക് പോയപ്പോൾ റോഷി അഗസ്റ്റിൻ അവിടെ മത്സരിച്ചു. 5573 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അവിടെ ജോസഫ് വിഭാഗമായിരിക്കും UDFിൽ നിന്ന് മത്സരിക്കുക. റോഷി അഗസ്റ്റിൻ LDFിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ LDFിൻ്റെ സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ തന്നെയായിരിക്കും. പക്ഷേ അവിടെ മത്സരം അല്പം പ്രയാസത്തിലേക്ക് മാറും. കാരണം അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. ഈ മലയോര കർഷകർ ധാരാളമുള്ള ഇടങ്ങളാണ് ഈ ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടാത്തതോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇടുക്കി ജില്ലയിൽ നിന്നാണ് മറിയക്കുട്ടി പിച്ചച്ചട്ടിയും എടുത്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് രംഗത്ത് വന്നതുമൊക്കെ. പക്ഷെ അതിനേക്കാൾ പ്രശ്നം അവരുടെ ജീവൻ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം വന്യജീവികളുടെ പ്രശ്നം,
ജീവൻ പോലും അവർക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതുപോലെ തന്നെ കൃഷി ഇറക്കാനായിട്ട് കഴിയുന്നില്ല. കൃഷിയാണ് അവരുടെ മുഖ്യ തൊഴിൽ, അവരുടെ വരുമാനം. അതിന് കഴിയാതെ വരുന്നു. ഈ പ്രശ്നമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉന്നയിച്ചത്. അടിയന്തരമായി നിയമസഭ വിളിച്ചു കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് അതിനെ ചൊല്ലി LDF-നകത്ത് മുറുമുറുപ്പ് വരെ ഉണ്ടായി. മുന്നണിക്കകത്ത് പറയേണ്ട കാര്യം പൊതു ഇടങ്ങളിൽ ജോസ് കെ മാണി ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞ് ജോസ് കെ മാണി ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ പിന്തുണ ആർജിച്ച് മുന്നണി വിട്ടുവരാനുള്ള ഒരു ശ്രമമായിരുന്നു. അതിൻ്റെ തുടക്കമാണ് കണ്ടത്. മുന്നണി വിട്ടുവരാനുള്ള ആ ശ്രമമൊക്കെ ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യം വന്നാൽ അത് ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് പിളരും. അങ്ങനെ റോഷി അഗസ്റ്റിൻ LDF-ൽ തന്നെ തുടരും എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ തന്നെ അവിടെ മത്സരിക്കുകയും ചെയ്യും. അവിടെ പക്ഷേ മത്സരം അതികഠിനമായിരിക്കും. കാരണം UDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ ജില്ലയ്ക്കകത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. അപ്പം റോഷി അഗസ്റ്റിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 5573 വോട്ടേ ഉള്ളൂ. അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിൽക്കുകയാണ്. ഇനി നമ്മൾ ഉടുമ്പൻചോലയിലേക്ക് വന്നാൽ MM മണിയാണ് ഇപ്പോഴത്തെ MLA. MM മണിക്കാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം ആ ജില്ലയിൽ നിന്ന് ലഭിച്ചത്. 38,305 വോട്ട് 2021-ൽ 2016-ൽ 21-ലും MM മണി തന്നെയാണ് മത്സരിച്ചത്. ഒരുപക്ഷെ MM മണിക്ക് തന്നെ മൂന്നാമതൊരു അവസരം കൂടി കൊടുക്കും. കാരണം അവിടെ സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടി. പക്ഷേ ഇത്രയും ഭൂരിപക്ഷം 21-ൽ കിട്ടിയെന്ന് വിചാരിച്ച് ഇനി ഈ ഭൂരിപക്ഷം നിലനിർത്താനോ ഈ ഭൂരിപക്ഷം ഉയർത്താനോ MM മണിക്ക് കഴിയില്ല. ഭൂരിപക്ഷം താഴേക്കായിരിക്കും. പരാജയത്തിലേക്ക് വേണമെങ്കിലും പോകാം. കാരണം MM മണിയുടെ നാവ് അത്ര നല്ലതല്ല. ജനങ്ങളെ ഒരുതരം പിച്ചക്കാരാക്കി കാണുന്ന സമീപനമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന ആ വാക്കുകളൊക്കെ എപ്പോഴും ഒരു വികട സരസ്വതി വിളയാടുന്ന ആളാണ് MM മണി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചോദിച്ചാൽ പറയും അത് ഹൈ റേഞ്ചിൻ്റെ ഭാഷയാണ്, അവിടുത്തെ കൊളോക്കിയൽ ലാംഗ്വേജ് അങ്ങനെയാണ് എന്നൊക്കെ പറയും. ഇനി നമ്മൾ പീരുമേട്ടിലേക്ക് വന്നാൽ, പീരുമേട് ഇടുക്കി ജില്ലയിൽ CPIക്ക് അനുവദിച്ചിട്ടുള്ള ഏക സീറ്റാണ് പീരുമേട്. പീരുമേടിൽ വാഴൂർ സോമനാണ്. അന്ന് 1835 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. വാഴൂർ സോമൻ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അദ്ദേഹം മരിച്ചുപോയത്. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് അവിടെ പോയിട്ടുമില്ല. അപ്പോൾ 1835 വോട്ടിൽ ഇനിയിപ്പോൾ അത് 26-ൽ അത് ഇവർക്ക് ഉയർത്താനും കഴിയത്തില്ല. ആ സീറ്റ് തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ CPIക്ക് ഇടുക്കി ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ നഷ്ടമാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. കേരളത്തിൽ പലയിടങ്ങളിലും LDF വലിയ പതനത്തിലേക്ക് പോകുമ്പോൾ മേൽവിലാസം തന്നെ നഷ്ടപ്പെടാൻ പോകുന്ന ചില പാർട്ടികളുണ്ട്. അതിലൊരു പാർട്ടിയായിരിക്കും, LDF-ലെ ഒരു ഘടകകക്ഷിയായിരിക്കും CPI. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും LDF-ൽ തുടർന്നാൽ ഇതേ സ്ഥിതിവിശേഷം ഉണ്ടാകും. ഏറിയാൽ ഒരു സീറ്റ്, ചിലപ്പോൾ സംപൂജ്യരായി മാറിയെന്നും വരാം. അപ്പോൾ അങ്ങനെ പീരുമേട്ടിൽ CPIക്ക് നഷ്ടം സംഭവിക്കും. വാഴൂർ സോമന്റെ വിജയം എന്ന് പറയുന്നത് വളരെ നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ തൊടുപുഴയിലേക്ക് വന്നാൽ അവിടെ PJ ജോസഫാണ് 20,259 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തൊടുപുഴയിൽ നിന്ന് PJ ജോസഫ് എന്തായാലും മത്സരിക്കില്ല, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം കാരണം. മകന് അബു ജോസഫിനെ രംഗത്തിറക്കിയിട്ടുണ്ട്. ആ സീറ്റ് അവർ നിലനിർത്തും. കാരണം എന്നും അവരുടെ കുത്തകയായിട്ട് നിൽക്കുന്ന ഇടം തന്നെയാണ്. അപ്പോൾ UDF ആഞ്ഞ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ 5-ൽ 4 സീറ്റെങ്കിലും നേടിയെടുക്കാൻ കഴിയും. ഉടുമ്പൻചോല മാത്രമാണ് ഒരു സംശയത്തിൽ നിൽക്കുന്നത്. ബാക്കി UDF-ന് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.